ഒരൊറ്റ വ്യായാമം അത് നിങ്ങളുടെ നടുവിന് നല്ല റിലാക്സേഷൻ നൽകും. അതുപോലെ തന്നെ നടുവേദനയ്ക്ക് ആശ്വാസം, നട്ടലിന്റെ ഡിസ്കിന് നല്ല പോഷണം ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ല ഉറക്കം ലഭിക്കും. ഡൈജഷന് അത് സഹായിക്കും. സ്ത്രീകളിലെ മെനാർജി, അതായത് മെൻസ്ട്രേഷൻ സമയത്ത് ഉണ്ടാകുന്ന വേദനകളും മറ്റു ബുദ്ധിമുട്ടുകളും അതിനാശ്വാസം. അതുപോലെ തന്നെ ലോവർ അബ്ഡോമിനൽ റീജിയൻ സ്ട്രെങ്ത് ആവും, അതായത് അടിവയറിന്റെ ഭാഗം നമുക്ക് സ്ട്രെങ്ത് ആക്കുവാൻ സാധിക്കും. കൂടുതൽ സമയം ഇരിക്കുന്നവർക്ക് ഈ വ്യായാമം അത്യുത്തമമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യായാമത്തെ പറ്റിയാണ് പറയുന്നത്. ഒരൊറ്റ വ്യായാമമാണ്, ഒരു മസ്റ്റ് ട്രൈ വ്യായാമം എന്നൊക്കെ ഇത് പറയാൻ പറ്റും. അപ്പൊ ആ വ്യായാമം എന്താണെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നോക്കാം. ഇതാണ് കാറ്റ് കൗ അല്ലെങ്കിൽ കാറ്റ് ക്യാമൽ എക്സസൈസ്. അപ്പോ ഈ രീതിയിൽ നിൽക്കുക, ഒരു ബെഡില് ഷോൾഡറിന്റെ നേരെ താഴെ നമ്മുടെ കൈ വരിക. അതുപോലെ തന്നെ കാലുകൾ പറ്റുമെങ്കിൽ ഈ കൗച്ചിന് ബെഡിന് പുറത്തായിട്ട് ഇടുക. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വയറിന്റെ ഈ ഭാഗം മുകളിലേക്ക് പൊക്കുക. അപ്പൊ നമ്മുടെ പൊക്കിള് നട്ടലുമായിട്ട് ചേർന്ന് വയർ ഒട്ടിയിരിക്കുവാൻ ശ്രദ്ധിക്കുക. അപ്പൊ വയറിന്റെ ഈ ഭാഗം മുകളിലേക്ക് പൊക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ തല, ചിൻ ടു ചെസ്റ്റ്, തല നല്ലോണം ഉള്ളിലേക്കാക്കി നമ്മുടെ ഈ ചിന്നിന്റെ ഭാഗം ചെസ്റ്റിലേക്ക് കൊണ്ടുപോകാനും ശ്രദ്ധിക്കുക. അപ്പൊ ഈ രീതിയിൽ നിൽക്കുക. ഇവിടെ നല്ലവണ്ണം വലിവ് ഫീൽ ചെയ്യണം. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടു. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല മുകളിലേക്ക് ഇങ്ങനെ പൊക്കുന്നു. ഇവിടെ നല്ലവണ്ണം കുഴിഞ്ഞും കൊടുക്കുന്നു. അപ്പൊ ഈ ടെയിൽ ബോൺ നമ്മുടെ മുകളിലേക്ക് വരും, നല്ലവണ്ണം വലിഞ്ഞു കിട്ടും. വീണ്ടും ചെയ്യാം. ഒരു 1-2 സെക്കൻഡ് ഓരോ സ്റ്റേഷനിലും നമുക്ക് നിൽക്കാം. വീണ്ടും ഇങ്ങനെ ഒരു 15 പ്രാവശ്യം ചെയ്യുക. ഇനി ഇത് ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാരുമുണ്ട്. കഴുത്തിന് നല്ല ശക്തിയായ വേദന ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ കഴുത്തിന്റെ വേദന കയ്യിലേക്ക് പോകുന്ന ആൾക്കാർ, പിന്നെ തലകറക്കം, BPP എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇയറിന്റെ ബാലൻസ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ അങ്ങനെയുള്ള തലകറക്കമുള്ള ആൾക്കാര്, വെർട്ടിബ്രോ ബേസിലാർ ആർട്ടറി ഇൻസഫിഷ്യൻസി, അതായത് കഴുത്തിങ്ങനെ പോകുമ്പോൾ തലകറക്കം വരുന്ന ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാര് കഴുത്തിന് ഒടിവ് സംഭവിച്ചവരൊന്നും ഈ വ്യായാമം ട്രൈ ചെയ്യരുത്. ബാക്കി എല്ലാവർക്കും തന്നെ, ഈവൻ പ്രഗ്നന്റ് ലേഡീസിന് പോലും ചെയ്യാൻ വളരെ സേഫ് ആയിട്ടുള്ള ഒരു വ്യായാമമാണ് ഇത്. ഇനി ഇതിന്റെ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. ഈ വേരിയേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്ക് തന്നെ സാധാരണ ഈ രീതിയിൽ നമുക്ക് ഇരുന്നു കൊണ്ട് തന്നെ ഇതിന്റെ വേരിയേഷൻസ് ചെയ്യാം. ഇങ്ങനെ അല്ലെ, അതുപോലെ തന്നെ തിരിച്ചിങ്ങനെ കൊണ്ടുവരാം. വീണ്ടും ഇങ്ങനെ. അപ്പൊ നമ്മൾ സ്ഥിരമായി ഇരിക്കുന്നവർക്ക് നമ്മുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഈ വ്യായാമം ചെയ്യാം. ഇനി തന്നെ ഇതിന്റെ മറ്റൊരു വേരിയേഷൻ ആണ് ഈ ഒരു വേരിയേഷനിൽ നമ്മുടെ കാല് നല്ലവണ്ണം അകത്തി വെക്കുന്നു. അകത്തി വെച്ചതിന് ശേഷം ഫ്രണ്ടിലോട്ട് നല്ലവണ്ണം പോകുന്നു, ബാക്കിലേക്ക് വന്നു. അപ്പൊ ഇവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുക. ഇപ്പൊ ഈ വേരിയേഷൻ നമ്മുടെ ലൈംഗിക ശേഷി കുറവിന് വളരെ നല്ലൊരു വ്യായാമമാണ് ഈ ഒരു വേരിയേഷൻ. പിന്നെ മറ്റൊരു വേരിയേഷൻ തന്നെ ഇതേ രീതിയിൽ നിന്നിട്ട് ഇങ്ങനെ വളഞ്ഞു വരിക, മുകളിലോട്ട് പോവുക, വളഞ്ഞു വരിക. യെസ്, ഈ രീതി ചെയ്യാം. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. കൈ കഴിവതും നിവർത്തി തന്നെ പിടിക്കുക. അപ്പൊ എപ്പോഴും ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ഓരോ വ്യായാമം ചെയ്യുമ്പോഴും ആ വ്യായാമത്തില് ഇന്റൻസിറ്റി കൂട്ടുന്നതിന് പകരം വേരിയേഷൻസ് കൊണ്ടുവരണം. ഇപ്പൊ ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു 10 കിലോ ഡംബൽസ് വെച്ച് ബൈസെപ്സിന് ചെയ്യുന്ന ഒരാള്, ഇപ്പൊ ബൈസെപ്സിന്റെ മറ്റു വേരിയേഷൻസ് ആണ്. അത് ഫുൾ വെയിറ്റ് കൊണ്ട് എടുക്കുക, തിരിച്ചു വയ്ക്കുക, നല്ലോണം സ്ട്രെച്ച് ചെയ്ത് ചെയ്യുക. അങ്ങനെ പലതരം വേരിയേഷൻസിലാണ് പോകേണ്ടത്. അല്ലാതെ 10 കിലോ വെച്ചിട്ട് പിന്നെ 10, 15, 15, 20, 25 അങ്ങനെ മസിൽ ബിൽഡപ്പ് അല്ല. നമ്മുടെ സ്കില്ലും കഴിവുകളും ഫങ്ഷണൽ മൂവ്മെന്റും ഡെവലപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകും.